മഹാഭാരത ഹൃദയം പരിപാടിയിലേക്ക് എല്ലാവർക്കും സാദരം നമസ്കാരം, സ്വാഗതം. യുധിഷ്ഠിര മഹാരാജാവിൻ്റെ രാജസൂയത്തിൽ അതിന് വിഘ്നം നടത്തുന്ന രീതിയിൽ ശിശുപാലൻ ഉണ്ടാക്കി വച്ച വലിയ തടസ്സം, ആ തടസ്സത്തിന് നിരവധി രാജാക്കന്മാർ പിന്തുണ അർപ്പിക്കുകയും രാജാക്കന്മാരുടെ ഒരു ബൃഹത് സൈന്യം യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ അല്പം ഒരു അങ്കലാപ്പോട് കൂടിയിട്ട് യുധിഷ്ഠിര മഹാരാജാവ് ഭീഷ്മരോട് ചോദിച്ചു, അല്ലയോ പിതാമഹ, മുത്തശ്ശ, ഇവിടെ ഈ യാഗം മുടങ്ങരുത്, അതുപോലെ പ്രജകൾക്ക് ഹിതമുണ്ടാവുകയും ചെയ്യണം, എന്താണ് ഇതിന് പോംവഴി എന്ന് ചോദിക്കുകയാണ്. ഭീഷ്മർ അതിന് കൃത്യമായ സമാധാനം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സിംഹം ഉറങ്ങുന്ന സമയത്ത് നായ്ക്കൾ കുരക്കും, അതുപോലെ മാത്രം ഇതിനെ കണക്കാക്കിയാൽ മതി. ഈ ശിശുപാലനും കൂട്ടരും ശ്രീകൃഷ്ണ ഭഗവാനാകുന്ന മഹാ തേജസ്സിലേക്ക് ലയിക്കാൻ പോവുകയാണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയും സംഹാരവും ശ്രീകൃഷ്ണനാണെങ്കിൽ തീർച്ചയായും ശിശുപാലൻ്റെ തേജസ്സും ഭഗവാനിൽ ലയിക്കുന്നത് നിനക്ക് കാണാൻ സാധിക്കും എന്നാണ് ഭീഷ്മർ മറുപടി പറഞ്ഞത്. ഇത് കേട്ട് ശിശുപാലന് സഹിക്കാൻ പറ്റിയില്ല. ഭീഷ്മരെന്ന ആ വൃദ്ധ രാജാവിനോട്, ജ്ഞാനവൃദ്ധനും വയോവൃദ്ധനുമായ ഭീഷ്മരോട് കയർത്ത് സംസാരിച്ചുകൊണ്ട്, അദ്ദേഹത്തെ നിന്ദിച്ചുകൊണ്ട് വലിയ ഒരു ഭാഷണം അവിടെ ശിശുപാലൻ നടത്തുകയാണ്. അദ്ദേഹത്തെ വിളിച്ചത്, വൃദ്ധനായിട്ടും സ്വന്തം കുലം മുടിക്കാൻ വേണ്ടി നടക്കുന്നവനെ, നീ ആണും പെണ്ണുമല്ല, നീ മൂന്നാം ലിംഗക്കാരനാണ്. നിന്നെയാണല്ലോ ഈ കുരുവംശം ആശ്രയിച്ചു പോയത്. മുങ്ങുന്ന ഒരു തോണിയിൽ മറ്റൊരു തോണി വെച്ച് കെട്ടിയിട്ട്, അതായത് ഒരു തോണി മുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു തോണിയിൽ കെട്ടിയിടുക. അതുപോലെ ഈ കുരുവംശം നിന്നെ ആശ്രയിച്ചതുകൊണ്ട് നീയും നശിക്കും, ഈ വംശവും നശിക്കും. കാരണം നിൻ്റെ പ്രവൃത്തിയും വാക്കുകളും ഒക്കെ ആ രീതിയിലാണ്. നീ ഇപ്പോൾ ഈ കൃഷ്ണൻ ചെയ്ത പൂതനാവധത്തെ അങ്ങേയറ്റം പ്രകീർത്തിക്കുകയുണ്ടായി. അത് കേട്ടിട്ട് എനിക്ക് വാസ്തവത്തിൽ രോഷമല്ല, എനിക്ക് വല്ലാത്ത ദുഃഖമാണ് തോന്നിയത്. ഒരു സ്ത്രീയെ വധിച്ചതിന് അല്ലെങ്കിൽ വധിച്ചവനെ വാഴ്ത്തുക എന്ന് പറയുന്നത്, ഭീഷ്മ, നിൻ്റെ നാക്ക് 100 പിളർന്നു പോകട്ടെ, ആ രീതിയിലുള്ള വാക്കാണ് നീ പറഞ്ഞിരിക്കുന്നത്. ഒരു ജ്ഞാനവൃദ്ധനായിട്ടും നീ ഒരു ഗോപാലകനെയാണല്ലോ ഇപ്പോൾ പ്രകീർത്തിച്ചത് ഈ സഭയിൽ വെച്ച്. ഭീഷ്മ, ഒരു ശകുനി പക്ഷിയെ കൊന്നത് ഇത്ര വലിയ വിചിത്രമായ കാര്യമായി നീ വർണ്ണിച്ചല്ലോ. പൂതനയുടെ വധമാണ് ഇവിടെ ശിശുപാലൻ അർത്ഥമാക്കുന്നത്. പൂതന ഒരു പക്ഷിയുടെ രൂപത്തിലാണ് വന്നത്, ഭാഗവതത്തിലും അത് പ്രസ്താവിച്ചിട്ടുണ്ട്. ഒരു പക്ഷിയെ കൊന്നതിനെയാണോ നീ ഇത്ര വലിയ കാര്യമായിട്ട് പറയുന്നത്? പിന്നെ യുദ്ധകൗശലം തീരെയില്ലാത്ത ഒരു കാളയെയും ഒരു കുതിരയെയും അവൻ കൊന്നു, അതും വലിയ മഹത്വമായി നീ കൊണ്ടുപിടിച്ച് നടക്കുന്നു. പിന്നെ ജഡവസ്തുവായിട്ടുള്ള ഒരു പാഴ്മരം, ഒരു ഉണക്ക മരം കൊണ്ട് സൃഷ്ടിച്ച ഒരു വണ്ടി, ഉണങ്ങിയ മരം കൊണ്ടുണ്ടാക്കിയ വണ്ടി തല്ലി തകർത്തിട്ട് അതൊരു വലിയ പരാക്രമമായിട്ട് നീ ഇവിടെ കൊട്ടിഘോഷിക്കുകയാണ്. പിന്നെ ഒരു പാമ്പിനെ തല്ലിക്കൊല്ലുകയോ ചവിട്ടി വീഴ്ത്തുകയോ ചെയ്തു. പിന്നെ ഒരു വൽമീകം എന്ന് സംസ്കൃതത്തിൽ പറയുന്ന ചിതൽപുറ്റ്, ഈ ചിതൽപുറ്റ് എടുത്തുയർത്തിയതിനെ ഒരു വലിയ പർവ്വതം ഉയർത്തിയതായിട്ട് നീ ഇവിടെ വർണ്ണിക്കുകയുണ്ടായി. ഇതിലൊന്നും എനിക്ക് അത്ഭുതമില്ല, നീ അങ്ങനെയൊക്കെ പറയും, നീ അങ്ങനെ പറയുന്ന ആളുമാണ്. പക്ഷേ പർവ്വത തലപ്പിൽ ഇരുന്നു കൊണ്ട് ഇവൻ മൂക്കറ്റം കുറേ ഭക്ഷണം കഴിച്ചു, ധാരാളം ഭക്ഷണം കഴിച്ചു. ഇത് വലിയ പരാക്രമമായിട്ട് നീ പറയുന്നു. ശരി, അതും ഞാൻ അംഗീകരിച്ചു. പക്ഷേ ഇത്രയും തിന്നാൻ വേണ്ടിയിട്ട് ഈ തീറ്റിപ്പണ്ടാരത്തിന് ഈ തീറ്റ കൊടുത്തതാരാണ്? അത് മധുരയുടെ രാജാവായിട്ടുള്ള കംസനാണ്. എന്നിട്ട് ആ കംസനെ പോയി തല്ലിക്കൊല്ലുകയും ചെയ്തു. എങ്ങനെയുണ്ട്? രാജാവിനെ കൊല്ലുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാപമാണ്. രാജാവിനെ മാത്രമല്ല, സ്ത്രീകൾ, പശുക്കൾ, ബ്രാഹ്മണർ, പിന്നെ അന്നം തരുന്നവർ, ഈ 4 പേർക്കെതിരെയും ആയുധങ്ങൾ പ്രയോഗിക്കാൻ പാടില്ല എന്നാണ് ധർമാത്മാക്കൾ പണ്ടേ പറഞ്ഞു വച്ചിട്ടുള്ളത്. നീയാണെങ്കിൽ വലിയ ധർമ്മപ്രഭാഷണം പറയുന്നവനാണ്. എന്നിട്ട് ഇവിടെ സ്ത്രീഘ്നനും ഗോഘ്നനുമായിട്ടുള്ള ഈ ഗോപാലനെ നീ വാഴ്ത്തുകയാണ്. ഈ ഗോപാലൻ ആരാണ്? സ്ത്രീഘ്നൻ, സ്ത്രീയെ കൊന്നവൻ. ഗോഘ്നൻ, ഗോവിനെ, പശുവിനെ കൊന്നവൻ. അത്തരമൊരു ആളിനെ പ്രകീർത്തിക്കുന്നത് നിനക്കെങ്ങനെ ഇത് സാധിക്കുന്നു?
നിൻ്റെ വാക്ക് കേട്ടിട്ടാണല്ലോ ഈ കൃഷ്ണനെ ഈ പാണ്ഡവന്മാർ പൂജിച്ചത്. അതുകൊണ്ട് നീ ഏറ്റവും അധമൻ, ഈ പാണ്ഡവന്മാരും അതുകൊണ്ട് അധമത്വത്തെ പ്രാപിച്ചിരിക്കുകയാണ്. നീ ഒരു ധർമ്മജ്ഞനായിരുന്നുവെങ്കിൽ മറ്റൊരുത്തനെ കാമിച്ച പെണ്ണിനെ നീ കവർന്നു കൊണ്ടുവരുമായിരുന്നോ? അമ്പയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാശിരാജാവിൻ്റെ മകള് സാലുനെ പ്രണയിച്ച ആ അമ്പയെ നീ ബലമായി പിടിച്ചു കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ട്? നിനക്ക് വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നോ? ആയിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ചത് സഹിക്കാമായിരുന്നു. സ്വന്തം അനുജന് വേണ്ടിയിട്ട് നീ ഒരു പെണ്ണിനെ അപഹരിച്ചു കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നോക്കി. പക്ഷെ നിൻ്റെ അനുജനായ വിചിത്ര വീരൻ ഒരു സന്മാർഗിയായിരുന്നു. നല്ല വഴിക്ക് നടക്കുന്ന ആളായതുകൊണ്ട് അയാൾ പറഞ്ഞു, മറ്റൊരാളെ പ്രേമിച്ച പെണ്ണിനെ എനിക്ക് വേണ്ട ചേട്ടാ എന്ന് പറഞ്ഞു. അയാൾ ആ പെണ്ണിനെ കല്യാണം കഴിച്ചില്ല. നീയും ആ പെണ്ണിനെ കല്യാണം കഴിച്ചില്ല. എന്നിട്ടോ ആ അനുജൻ അസുഖം പിടിച്ച് മരിച്ചു പോയി. അവൻ്റെ 2 ഭാര്യമാരിലും മറ്റൊരാൾ വന്ന് അവിഹിതമായിട്ട് ഗർഭമുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ നീ അത് കയ്യും കെട്ടി നോക്കി നിന്നു. ഇതാണോ നിൻ്റെ ധർമ്മം? വല്ല ധർമ്മബോധവും നിനക്കുണ്ടോ? ഭീഷ്മരെ, നിൻ്റെ ഈ ബ്രഹ്മചര്യമുണ്ടല്ലോ, നീ വലിയ ബ്രഹ്മചാരിയായിട്ട് നടിക്കുന്നു. ഒന്നുകിൽ നിൻ്റെ ബ്രഹ്മചര്യം വെറും ഒരു അവിവേകം കൊണ്ട് നീ സ്വീകരിച്ചതാണ്, അല്ലെങ്കിൽ ഈ ബ്രഹ്മചര്യം നിൻ്റെ നപുംസകത്വത്തിൻ്റെ ലക്ഷണം മാത്രമാണ്. ധർമ്മബോധം കൊണ്ടൊന്നുമല്ല നീ ബ്രഹ്മചാരിയായത്. നീ ആണും പെണ്ണും കേട്ടവനാണ്. നിനക്ക് പുരുഷൻ്റെ സ്വഭാവം അറിയില്ല, പുരുഷൻ്റെ വ്യവഹാരം നിനക്കറിയില്ല. നീ വൃദ്ധസേവയും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗുരുസേവ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കറിയാൻ സാധിക്കും. ദാനം ചെയ്തതും അധ്യയനം ചെയ്തതും യജ്ഞങ്ങൾ നടത്തിയതുമായിട്ടുള്ള പുണ്യങ്ങളുടെ 16-ൽ 1 അംശം നേരെ തിരിച്ചാണ്. ദാനം ചെയ്തിട്ടും അധ്യയനം ചെയ്തിട്ടും യജ്ഞങ്ങൾ അനുഷ്ഠിച്ചിട്ടും ഉണ്ടാകുന്ന പുണ്യം, സന്താനോൽപാദനം കൊണ്ടുണ്ടാകുന്ന പുണ്യത്തിൻ്റെ 16-ൽ 1 അംശം മാത്രമേ വരികയുള്ളൂ. പക്ഷേ ഇനി നിനക്ക് സന്താനങ്ങളില്ല, നീ സന്താനങ്ങളെ ഉണ്ടാക്കിയിട്ടില്ല, സന്തതി പരമ്പരയില്ല, സന്താനഹീനനാണ് നീ, മിഥ്യാധർമ്മം ചെയ്യുന്നവനാണ് നീ. നിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പഴയ ഒരു ഹംസത്തിൻ്റെ കഥയാണ്. ഞാൻ ഈ സഭയിൽ ആ കഥ പറയാം. പണ്ടൊരു വൃദ്ധനായ ഹംസം സമുദ്രത്തിലാണ് ജീവിച്ചത്. സമുദ്രത്തിലുള്ള അനേകം പക്ഷികളെ ഇവൻ ധാരാളമായിട്ട് ധർമ്മോപദേശം ചെയ്യുമായിരുന്നു. ധർമ്മം ചെയ്യണം, അധർമ്മം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പോൾ മറ്റു പക്ഷികൾ വിചാരിച്ചു, ഇവൻ വലിയ ധർമാത്മാവാണല്ലോ ഇയാൾ, അതുകൊണ്ട് ഇയാളെ നമ്മൾ സേവിക്കണമെന്ന് കരുതി ആ വൃദ്ധനായ ഹംസം എവിടെയും ഇരതേടി പോവുകയില്ല. മറ്റ് പക്ഷികളൊക്കെ കടലിൽ ഇരതേടി നടന്ന് കൊണ്ടുവന്ന ആ ഇര ആണ് ഭക്ഷണമാണ് ഇയാൾ കഴിക്കുന്നത്. അങ്ങനെ പണിയെടുക്കാതെ തിന്നുകൂടുന്ന ഈ ആൾ, ഈ ഹംസം, അവനെ വിശ്വസിച്ച ഈ പക്ഷികൾ ഇരതേടി കടലിൽ പോകുന്ന സമയത്ത് അവർ തങ്ങളുടെ മുട്ട അണ്ടങ്ങൾ ഈ ഹംസത്തെ ഏൽപ്പിക്കും, രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഏൽപ്പിക്കുന്നത്. അങ്ങനെ അവർ കടലിൽ ഇരതേടി നടന്ന് ഇര കൊണ്ടുവന്ന് ഇയാൾക്കുള്ള ഇരയും കൊണ്ടു കൊടുക്കും. പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോഴും ഈ മുട്ടകളുടെ എണ്ണം കുറഞ്ഞു വരുന്നത് അവർ ശ്രദ്ധിച്ചു. അതിനൊക്കെ ഇവൻ ഓരോരോ ഒഴിവുകഴിവുകളൊക്കെ പറഞ്ഞു. ഒടുവിൽ ഒരു ദിവസം ഈ വൃദ്ധനായ ഹംസത്തെ അവർ കയ്യോടെ പിടികൂടി. അച്ഛനമ്മമാർ പോയ സമയത്ത്, പക്ഷികൾ പോയ സമയത്ത് ഈ വൃദ്ധ ഹംസമായിരുന്നു അവരുടെ മുട്ടകൾ ആരും അറിയാതെ ശാപ്പിട്ട് കൊണ്ടിരുന്നത്. കള്ളി വെളിച്ചതായതോടു കൂടിയിട്ട് ഈ പക്ഷികളൊക്കെ ചേർന്ന് ആ വൃദ്ധഹംസത്തെ, ഈ മിഥ്യാചാരിയെ അവരൊക്കെ ചേർന്ന് വളഞ്ഞ് നിർത്തി കൊല്ലുകയും ചെയ്തു. അല്ലേ ഭീഷ്മ, നിനക്കും ഈ രാജാക്കന്മാരുടെ മധ്യത്തിൽ വെച്ച് ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. രാജാക്കന്മാർ നിന്നെ തല്ലിക്കൊല്ലും. കൂടുതൽ കാലം നിൻ്റെ ഈ കാപട്യം ആരും തന്നെ അനുവദിക്കുകയില്ല. ജരാസന്ധൻ എന്ന് പറയുന്ന മഹാരാജാവ് മഹാധാർമ്മികനാണ്, എനിക്ക് ആരാധ്യനായിട്ടൊരു വ്യക്തിയാണ്. കൃഷ്ണനെ അയാൾ കൊല്ലാതിരുന്നത് അവനൊരു ദാസനാണല്ലോ എന്ന് കരുതിയിട്ടാണ് കൊല്ലാതെ വിട്ടതാണ്. എന്നിട്ട് ആ കൃഷ്ണൻ ഭീമാർജുനന്മാരെ ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ മാർഗത്തിലൂടെ, വളഞ്ഞ വഴിയിലൂടെ, മറഞ്ഞ വഴിയിലൂടെ അയാളുടെ പുരിയിൽ പ്രവേശിച്ച് അയാൾ കൊടുത്ത പാദ്യവും അയാൾ കൊടുത്ത ഭക്ഷണവും സ്വീകരിക്കാതെ അയാളെ കൊല്ലാൻ വേണ്ടി പോവുകയാണ് ചെയ്തത്. ഈ കൃഷ്ണൻ വലിയ ജഗത് സ്രഷ്ടാവാണ്, ജഗത്തിൻ്റെ കർത്താവാണ് എന്ന് നീ വാഴ്ത്തുന്നു. ജഗത്തിൻ്റെ കർത്താവായിരിക്കുന്ന ആൾ എന്തുകൊണ്ടാണ് ബ്രാഹ്മണോചിതമായ പാദ്യത്തെ സ്വീകരിക്കാതിരുന്നത്? കാരണം ഇയാൾ ജഗത്തിൻ്റെ സ്രഷ്ടാവുമല്ല, ബ്രാഹ്മണൻ പോലുമല്ല. അങ്ങനെയുള്ള ഒരാളിനെയാണ് നീ ഇവിടെ പൂജ ചെയ്തിരിക്കുന്നത്. ഈ പാണ്ഡവന്മാർ നിൻ്റെ മാർഗത്തെ അനുവർത്തിച്ചത് കൊണ്ടാണ് അവർക്ക് ഈ അബദ്ധം വന്നു ചേർന്നത്. നീ ആകട്ടെ സ്ത്രീ സ്വഭാവിയുമാണ്.
ഇങ്ങനെ ഭീഷ്മർക്കെതിരായിട്ട് കഠിനമായ വാക്കുകളെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സ്വന്തം പിതാമഹനെ ഇങ്ങനെ നിന്ദിക്കുന്നത് കണ്ട് ആരെങ്കിലും പൊറുക്കുമോ? ഭീമസേനൻ, മഹാപരാക്രമിയായ ഭീമസേനൻ ഈ ശിശുപാലനെ കൊല്ലാൻ വേണ്ടിയിട്ട് മുന്നോട്ട് ചാടി വരികയാണ്. സ്വതവേ തന്നെ ആ ഭീമൻ്റെ കണ്ണുകൾ അതിസുന്ദരമായിരുന്നു, താമരക്കണ്ണനായിരുന്നു എന്നാണ് പറയുന്നത്. ഭീമൻ്റെ അതിവിശാലമായ അദ്ദേഹത്തിൻ്റെ ആ താമരക്കണ്ണുകൾ ക്രോധം കൊണ്ട് ചുവന്നു തുടുത്ത് കൂടുതൽ മനോഹരമായി. നെറ്റിയിൽ ക്രോധം കൊണ്ട് ആ ഭ്രൂമധ്യത്തിൽ 3 രേഖകൾ നെറ്റിയിൽ തെളിഞ്ഞു കണ്ടു രാജാക്കന്മാർ. ആ 3 വരകൾ ത്രികൂടപർവ്വതത്തിലൂടെ ഒഴുകുന്ന, അല്ലെങ്കിൽ ത്രികൂടപർവ്വതത്തിലെ ത്രിപഥക എന്ന് ഗംഗാനദിക്ക് പേരുണ്ട്. 3 കൈവഴികളായിട്ട് പിരിഞ്ഞൊഴുകിയ ഗംഗാനദിയെപ്പോലെ, ത്രികൂടപർവ്വതത്തിലെ ത്രിപഥകയായ ഗംഗയെപ്പോലെ ആ ഭീമൻ്റെ നെറ്റിത്തടം ശോഭിച്ചു എന്നാണ് പറയുന്നത്. ആ ഭീമൻ പല്ല് കടിച്ചുകൊണ്ട് ഘോരരൂപം കൊണ്ട് ശിശുപാലനെ വധിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ടാഞ്ഞു വന്നപ്പോൾ ഭീഷ്മർ തൻ്റെ ബലിഷ്ഠമായ ഹസ്തം കൊണ്ട് ആ ഭീമനെ തടഞ്ഞു നിർത്തുകയാണ്. അവിടെ വ്യാസൻ പറയുന്നു, മഹാദേവൻ കാർത്തികേയനെ തടഞ്ഞതുപോലെ തടഞ്ഞുവെന്നാണ്. അതിമനോഹരമായ ചില ഉപമകൾ ഈ അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞു, ഭീഷ്മനോട് ഉപദേശം തേടുന്ന യുധിഷ്ഠിരനെ ഇന്ദ്രൻ ബൃഹസ്പതിയോട് ആരായുന്നത് പോലെ എന്ന് പറഞ്ഞു. ഇവിടെ മഹാദേവൻ കാർത്തികേയനെ തടയുന്നത് പോലെ തടഞ്ഞു എന്ന് പറയുന്നു. വീണ്ടും വീണ്ടും ആ ശിശുപാലനെ കൊല്ലാൻ വേണ്ടിയിട്ട് മുന്നോട്ട് ബലം പ്രയോഗിച്ച് മുന്നോട്ട് ആഞ്ഞു വരുന്ന ഭീമനെ ഒരു സമുദ്രത്തെ എങ്ങനെയാണ് തടഞ്ഞു വയ്ക്കുന്നത്? ഘോരമായ വർഷം നടക്കുമ്പോൾ, മഴ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്തും ഒരിക്കലും കരയെ അതിക്രമിച്ച് അധികം മുന്നോട്ട് വരാൻ അതിന് സാധിക്കുന്നില്ല. അതുപോലെ ഭീഷ്മർ ഈ ഭീമൻ എന്ന കടലിനെ തടഞ്ഞു വെച്ചു എന്ന് പറയുന്നു. എന്നിട്ട് പറഞ്ഞു ഭീമ, നീ അവനെ കൊല്ലരുത്, അത് ശരിയല്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് ശിശുപാലൻ പറയുന്നു, ഭീഷ്മ, നീ അവനെ വിടൂ, അവൻ എൻ്റെ അടുത്ത് വരട്ടെ, അഗ്നിയിൽ പതംഗത്തെ പോലെ അവൻ എൻ്റെ തേജസ്സിൽ ചാമ്പലായി പോകട്ടെ. അതിനിടയിൽ ഭീമനോട് പറഞ്ഞു, ഭീമ, ഈ ശിശുപാലൻ അവൻ സാധാരണക്കാരനല്ല. അവൻ ജനിക്കുന്ന സമയത്ത് അവന് 3 കണ്ണുകളുണ്ടായിരുന്നു, നെറ്റിയിൽ 3ാമതൊരു കണ്ണുണ്ടായിരുന്നു, 4 കൈകളുണ്ടായിരുന്നു. വിഗതരൂപിയായിട്ട് ജനിച്ച ഇവനെ കണ്ടിട്ട് അച്ഛനമ്മമാർ ഭയന്ന് ഉപേക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആകാശത്ത് നിന്ന് ഒരു ദേവതാ ശബ്ദമുണ്ടായി, അശരീരവാക്കുണ്ടായി. ആ അശരീരവാക്ക് പറഞ്ഞു, ഇവനെ നിങ്ങൾ രക്ഷിക്കൂ, ഇവൻ ശസ്ത്രം കൊണ്ട് മാത്രമേ മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അമ്മയായ ശ്രുതശ്രവസ്, വസുദേവരുടെ സഹോദരിയാണ് ശ്രുതശ്രവസ്, അവൾ ആ ശബ്ദത്തെ നോക്കിയിട്ട് പറഞ്ഞു, ആരാണ് ഈ വാക്ക് പറഞ്ഞ ആ ദേവന് എൻ്റെ നമസ്കാരം, അങ്ങ് തന്നെ പറഞ്ഞു തരൂ, ഇവനെ ആരാണ് വധിക്കുക? അത് കേട്ട് ആ അശരീരി വാക്ക് പറഞ്ഞു, ഏതൊരു രാജാവിൻ്റെ മടിയിൽ കിടക്കുമ്പോഴാണോ ഇവൻ്റെ അധികമുള്ള കൈകളും കണ്ണും അപ്രത്യക്ഷമാകുന്നത്, അയാളുടെ കൈകൊണ്ടാണ് ഇവൻ മരിക്കുക, അയാളായിരിക്കും ഇവൻ്റെ മൃത്യു. അച്ഛൻ ഈ ശിശുപാലകുമാരനെ എല്ലാ രാജകന്മാരുടെയും മടിയിൽ കിടത്തും. ആയിരക്കണക്കിന് ആളുകൾ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നു, വിചിത്ര രൂപമുള്ള ഈ കുഞ്ഞിനെ. അവരൊക്കെ മടിയിലെടുത്തു, ഒന്നും സംഭവിച്ചില്ല. ഒടുവിൽ ശ്രുതശ്രവസിൻ്റെ സഹോദരനായ വസുദേവരുടെ മക്കളായ രാമകൃഷ്ണന്മാർ 2 പേരും വന്നു. കൃഷ്ണൻ്റെ മടിയിൽ കിടത്തിയപ്പോൾ അവൻ്റെ അധികമുള്ള കൈകളും അധികമുള്ള കണ്ണും അപ്രത്യക്ഷമായി. ഭയന്ന് വിറച്ച ശ്രുതശ്രവസ് തൻ്റെ സഹോദരപുത്രനായ കൃഷ്ണൻ്റെ മുന്നിൽ തൊഴുകയുമായിട്ട് പറഞ്ഞു, കൃഷ്ണ, ഭയന്ന് നിൽക്കുന്ന എനിക്ക് നീ ഒരു വരം തരണം. കൃഷ്ണൻ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് പിതൃശ്വസ, അച്ഛമ്പങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവതി, എന്നിൽ നിന്നും ഒന്നും ഭയപ്പെടേണ്ടതില്ല, എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ. ശ്രോതശ്രവസ് പറഞ്ഞു, മോനെ, നീ ഈ ശിശുപാലൻ്റെ അപരാധങ്ങൾ എന്നെ ഓർത്തിട്ടെങ്കിലും നീ പൊറുക്കണം. പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന കേട്ട് സ്നേഹത്തോടെ ദയയോട് കൂടിയിട്ട് ശ്രീകൃഷ്ണൻ പറയുകയാണ്, അപരാധശതം ക്ഷാമ്യം അയാഹ്യസ്യ പിതൃശ്വസ, അച്ഛമ്മങ്ങളെ, ഇവൻ്റെ 100 അപരാധങ്ങൾ ഞാൻ ക്ഷമിച്ചുകൊള്ളാം, ഭഗവതി ദുഃഖിക്കേണ്ടതില്ല. ഭഗവാൻ പറഞ്ഞത് വളരെ അർത്ഥഗർഭമായിട്ടായിരുന്നു. സാധാരണ 100 തെറ്റുകൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അനേകം തെറ്റുകൾ എന്നർത്ഥം. 100 തെറ്റുകൾ ചെയ്താലും ഞാൻ അവനെ കൊല്ലുകയില്ല എന്ന് പറയുമ്പോൾ ശുഭശ്രവസ് വിചാരിച്ചു, തെറ്റുകളൊക്കെ സാധാരണ 1, 2, 3, 10 തെറ്റുകൾ ചെയ്യുമായിരിക്കും. 100 തെറ്റൊക്കെ ആർക്കെങ്കിലും ചെയ്യാൻ സാധിക്കും ഒരാൾക്കെതിരായിട്ട്. അതുകൊണ്ട് കൃഷ്ണനിൽ നിന്നും തൻ്റെ മകന് ഭയമില്ല എന്ന് ആ പാവം ശ്രുതശ്രവസ് വിചാരിക്കുകയും ചെയ്തു. ഇന്നിതാ
അവൻ്റെ അന്ത്യം അടുത്തിരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാനെ അവൻ ഇതാ നിന്ദിക്കുന്നതിലൂടെ സ്വന്തം മരണത്തെ അവൻ വില കൊടുത്ത് വാങ്ങുകയാണ് ചെയ്യുന്നത് എന്ന് ഭീഷ്മർ ഭീമനോട് പറയുന്നു.